ഇന്ന് ഞാനുള്ളത് കേട്ടോ സൗദി അറേബ്യയിലെ ഖത്തീഫ് സെയ്ഹാത്ത് ആ ഭാഗത്താണ് കേട്ടോ. സൗദി അറേബ്യയിലെ വൺ ഓഫ് ദ ഫാം ഏരിയയിലാണ്. ഇപ്പോൾ അല്ലാതെ ഞാനുള്ളത് പാലക്കാടോ തൃശ്ശൂരോ അതുപോലെ തന്നെ ആലപ്പുഴയോ ഒന്നും അല്ല കേട്ടോ. നിങ്ങൾ എൻ്റെ പൊന്നിൽ കാണുന്നത് മൊത്തം ഇങ്ങനെ പാടാണ്. നിങ്ങൾ വിചാരിക്കും ഈവൻ പാലക്കാടോ തൃശ്ശൂരോ ആലപ്പുഴ നിന്നിട്ട് വീഡിയോ എടുത്തിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ കാണിച്ച് പറ്റിക്കുകയാണ്. ഓക്കെ, ഇത് നമ്മുടെ നാടിനെ വെല്ലുന്ന രീതിയിലുള്ള ഗ്രീനറിയാണ് അത് കേട്ടോ. തോടും പുഴയും ഒക്കെ കണ്ടല്ലോ. ഈ എൻ്റെ ബാക്കിൽ കാണുന്നത് ഇങ്ങനെ തോടാണ് കേട്ടോ. ഇതിൽ കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മൾ ഇന്ന് ഈ പറമ്പത്തുള്ള വിശേഷമാണ് നമ്മൾ കാണാൻ പോകുന്നത്. നാട്ടുംപുറം എന്തായാലും ഒരു വീഡിയോ കാണിക്കാൻ കേട്ടോ. ഇവിടുത്തെ കുറേ ഫാമും അതും ഇതുമൊക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ട്രാവൽ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം, സ്കിപ്പ് ചെയ്ത് കളയരുത്. അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. എന്തായാലും ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ തോട്. നോക്കിയാൽ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഇതിനകത്ത് ആവശ്യം പോലെ മീനുണ്ട് കേട്ടോ. ചെറിയ ചെറിയ കുഞ്ഞു മീനുകളും വലിയ മീനും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കുഞ്ഞു മീനുകളെ മേളിലൊക്കെ കാണുന്നുള്ളൂ. ഇത് നോക്കിയാൽ ഇതൊരു ചെറിയൊരു തോടാണ്. അത് കനാല് പോലെ രണ്ട് സൈഡിലും, റോഡിൻ്റെ രണ്ട് സൈഡിലും കനാലുണ്ട്. ഇത് അക്കരെ കരയെല്ലാം കാണുന്നത് തെങ്ങും തോട്ടം പോലെ അല്ലെങ്കിൽ കവുങ്ങിൻ തോട്ടം പോലെ ഈന്തപ്പഴ തോട്ടമാണ് കേട്ടോ. പിന്നെ ചില ഭാഗങ്ങൾ ഈ വയൽ പോലെ തന്നെ തരം തിരിച്ചൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കൃഷിക്ക് വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ നിൽക്കുന്ന എൻ്റെ പുറയിൽ മതിൽ കെട്ടിയാണ് തിരിച്ചിരിക്കുന്നത്. അതൊക്കെ ഇങ്ങനെ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇത് മതിൽ കെട്ടിയിട്ട് ഇങ്ങനെ ഒരു ഫാമാണ്. അത് ആരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതിങ്ങനെ അവർ കെട്ടി തരം തിരിച്ചുകയാണ്. അത് ഇവിടെ ഉള്ളതൊക്കെ ഇങ്ങനെ കമ്പി വേല കെട്ടിയിട്ട് തരം തിരിച്ചുകയാണ്. ഓക്കെ, എന്തായാലും ശരിക്കും നല്ലതുപോലെ നമ്മുടെ നാട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിവിടെ കര കാണുന്നതെല്ലാം തെങ്ങും തോട്ടം പോലെയുണ്ട്. പക്ഷെ തെങ്ങല്ല, അവിടെ എല്ലാം നല്ല ഒന്നാം തരം ഈന്തപ്പഴത്തോട്ടമാണ് കേട്ടോ. ഇവിടെ നോക്കിയാൽ കൈത്തോടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഈ തോടിന്ന് ഒഴുകിയതേ വെള്ളം അതുവഴി ഇങ്ങനെ കൈത്തോടായിട്ട് ഇങ്ങനെ അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. ഈ കാണുന്ന പറമ്പിലുണ്ട്, ഇവിടെ എല്ലാം ഈ ചെറു കൃഷികൾ ചെയ്തിരുന്ന സ്ഥലമാണ്. അതായത് മല്ലിയില അങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെറു കൃഷികൾ ചെയ്തിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ കൃഷിയില്ല. ഇപ്പോൾ എല്ലാം നല്ല വെയിലായതുകൊണ്ട് ഉണങ്ങി ചുളുങ്ങി കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ കാണാം, അവിടേക്ക് പോവാം. ഓക്കെ, റോഡിൻ്റെ രണ്ട് സൈഡും കണ്ടോ. ഞാനിങ്ങനെ വാഹനം ഓടിച്ച് പോവാണ്. ഇവിടെ കണ്ടല്ലോ, ഇവിടെയൊക്കെ നോക്കിയേ, ഇവിടെയൊക്കെ ശരിക്കും ഞാൻ നാട്ടിൽ എത്തിയതുപോലെ ഉണ്ട് കേട്ടോ. ഈ സൈഡെല്ലാം കണ്ടാൽ നാട് പോലെ തന്നെ ഉണ്ട്. അത്രയ്ക്കും കാട് പിടിച്ച് നല്ല വനം പോലെ കിടക്കുകയാണ്. എല്ലാം ആ ഫീലിംഗ് ഉണ്ട് കേട്ടോ. ഇതൊരു ഫാമാണ് കേട്ടോ. ഈ കാണുന്നത് ഫാമാണ്. ഇവിടെ നിറച്ച് നാരകം പൂത്ത് നിൽക്കുന്നുണ്ട്. നാരകം ഇതൊക്കെ നാരങ്ങ കിടക്കണം കേട്ടോ. ഇതിലൊക്കെ നാരങ്ങയുണ്ട്. ഇപ്പം ചൂടായതുകൊണ്ടാണ് അത്രയ്ക്ക് നാരങ്ങ ഇല്ലാത്ത തോന്നുന്നു. പക്ഷെ നാരങ്ങ ഉണ്ട് കേട്ടോ, കുറവൊന്നുമില്ല. ഇത് നോക്കി, ഇതിലൊക്കെ നാരങ്ങയുണ്ട്. ചെറുനാരകമാണ് കേട്ടോ. ഇതൊക്കെ ചെറുനാരകം. അത് ഇങ്ങനെ നോക്കി, ഇങ്ങനെ ആവശ്യം പോലെ ചെറുനാരകം ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഈ കാണുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. ഈ കാണുന്ന കായ എന്താണ്? ഇത് നിങ്ങൾ അറിയുന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്ത് സംഭവമാണെന്ന് അറിയില്ല. നോക്കിയേ, ആവശ്യം പോലെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നോക്കിയേ, ഇത് ആവശ്യം പോലെ കാണുന്നുണ്ട്. ഇത് പരുവായി കാണുന്നില്ല. ഇത് മറ്റേ എന്താണെന്നറിയില്ല. അതിൻ്റെ മണം ഒന്നും അറിയാൻ പറ്റുന്നില്ല. എന്താണെന്നറിയില്ല. നോക്കിയേ, ഇവിടെയൊക്കെ ഉണ്ട് ഈ മരം. ആവശ്യം പോലെ നാരകമുണ്ട് കേട്ടോ. ഇത് വലിയൊരു ഫാമാണ്, ശരിക്കും വലിയൊരു ഫാമാണ്. ഇത് ആവശ്യം പോലെ അതെ, അയ്യോ വലിയൊരു ഫാം. ഇതെന്ത് കൃഷിയാണെന്ന് അറിയുന്നില്ലല്ലോ. ഇതേണ്ട ആവശ്യം പോലെ ഉണ്ട്. ഇത് ആരോടെങ്കിലും ചോദിക്കാം ഇതെന്താണെന്ന്. ചോദിച്ചാലേ മനസ്സിലാവുള്ളൂ. നമുക്കറിയില്ല. അറിയാത്ത കാര്യം നമ്മൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ പറഞ്ഞത് എന്തെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇപ്പം എന്തായാലും അറിയണം, അറിഞ്ഞിട്ട് പറഞ്ഞു തരാം. ഈ കാണുന്ന കണ്ടോ നാരങ്ങ നോക്കിയാൽ ആവശ്യം പോലെ നാരങ്ങ തറയിൽ വീണിങ്ങനെ കിടക്കാം. ആരും എടുക്കാനില്ല. ശരിക്കും നാരങ്ങ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ കായ്ച്ചു നിൽപ്പുണ്ട്. ഇതേ നോക്കിയാൽ ഇവിടെയൊക്കെ നാരങ്ങ കായ്ച്ചു നിൽപ്പുണ്ട്. ഇത് ചെറുനാരകമാണ് കേട്ടോ. ഇവിടെ നാരങ്ങ ഭയങ്കര ആൾക്കാർ ആവശ്യം പോലെ വാങ്ങിച്ച് കഴിക്കുന്നത്. അതായത് പച്ചക്കറികൾ കഴിക്കുമ്പം അതിനകത്ത് ഇങ്ങനെ നാരങ്ങ പിഴിഞ്ഞ് കഴിക്കുന്ന ഇവരുടെ ഒരു ശീലമാണ് കേട്ടോ. അത് ശരീരത്തിന് നല്ലതാണ്.
അതുകൊണ്ടാണ് ഇങ്ങനെ കഴിക്കുന്നത്. എന്തായാലും ഈ ഒരു ചെടി ആവശ്യം പോലെ പൂത്ത് കൊലച്ചിങ്ങനെ ഇവിടെ കിടക്കുന്നുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് ആരോടെങ്കിലും അന്വേഷിച്ചിട്ട് പറയാം. അത് ഇതിൻ്റെ ഇടയിൽ കണ്ടോ ഈത്തപ്പഴത്തിൻ്റെ മരങ്ങളും ആവശ്യം പോലെ ഉണ്ട്. ഇവിടെയൊക്കെ ഈന്തപ്പഴ മരങ്ങൾ കാണുന്നുണ്ട്. ഇവിടെ ആരും കാണുന്നില്ല. കണ്ടെങ്കിലൊന്നും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. വേറെ എന്തൊക്കെയോ മരങ്ങൾ ഇവിടെ ഉണ്ട്. അതൊക്കെ പൂത്ത് തളിച്ച് ഇങ്ങനെ കിടക്കുക. എന്തായാലും ഞാൻ ആരോടെങ്കിലും ഒന്ന് ചോദിക്കട്ടെ. അവിടെ ഇങ്ങനെ പുതിയ കൃഷിക്കുള്ള എല്ലാം സെറ്റാക്കിയിട്ടിരിക്കുകയാണ്. അത് അവിടെയാണ് ഇലകൾ ഇങ്ങനെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അതായത് മല്ലിയില, പിന്നെ അതുപോലെ തന്നെ ജർജീർ, അങ്ങനെയുള്ള സാധനങ്ങൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കെട്ടിയിട്ടിരിക്കുന്നത്. അതിനകത്ത് ഷീറ്റ് വിരിച്ചിട്ട് പിന്നെ ഉള്ളിൽ കൃഷി ചെയ്യാണ് സാധാരണ കേട്ടോ. ഇവിടെ നോക്കിയാൽ കാട് പോലെ നാരങ്ങ മരം ആവശ്യം പോലെ ഉണ്ട് കേട്ടോ. ഭയങ്കര കാട്. എനിക്ക് അതിനകത്തേക്ക് കയറാൻ പേടിയാവുന്നു. എന്തായാലും ഞാൻ കയറുന്നില്ല. ഞാനിപ്പോൾ ഒരു ഫാമിനകത്താണുള്ളത് കേട്ടോ. ഫാമിലുള്ള മരങ്ങളും ചെടികളും ഒക്കെ നമുക്ക് എന്തായാലും ഇന്ന് കാണാം. നോക്കിക്കോ, ഇവിടെ ആവശ്യം പോലെ ഈത്തപ്പഴം മരങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ എന്ത് മരമാണെന്നറിയില്ല. ചെറിയ ചെറിയ മരങ്ങളും ചെടികളും ഇവിടെ ആവശ്യം പോലെ വിൽക്കാനും വളർത്താനും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു നാച്ചുറൽ വില്ലേജ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ നോക്കിയേ, ഇവിടെ ആവശ്യം പോലെ വേണ്ട വെള്ളവും ചെടിയൊക്കെ ആയിട്ട് വളരെ അടിപൊളിയായിട്ട് കിടക്കുക. ഈ വെള്ളമൊക്കെ കണ്ട് വെള്ളം ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒഴിച്ചു പോവുക. ഇവിടെയൊക്കെ വയ്ക്കാം വെള്ളം വലിച്ച് ഇങ്ങനെ ഇതിനകത്തുകൂടി ഇങ്ങനെ വിട്ടിരിക്കുകയാണ്. നോക്കി, ഇതൊരു കാട് തന്നെയാണ് കേട്ടോ. ശരിക്കും സൗദി അറേബ്യയിലുള്ള ഒരു കാട്. നിങ്ങൾ നോക്കി നോക്കണേ. ഇവിടെ എന്തൊക്കെ ആലുവേറ നോക്കിയാൽ എന്തുമാത്രം ആലുവേറ വെച്ചിരിക്കുന്നു. അതുപോലെ നമ്മുടെ നാട്ടിലെ രമ്പയില ആവശ്യം പോലെ ഉണ്ട്. ഇനി മുരിങ്ങയൊക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നു. പല രീതിയിലുള്ള അരുളികൾ നോക്കി, പല രീതിയിലുള്ള അരുളികൾ കേട്ടോ. കണ്ടോ. പിന്നെ പല ചെടികളും ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട് അവരിങ്ങനെ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഈന്തപ്പന ഉണ്ട് ആവശ്യം പോലെ. ഈന്തപ്പന ചെറുതും വലുതുമൊക്കെ ആയിട്ട്. ഇത് കൃഷിയല്ല കേട്ടോ, ഇത് വിൽക്കാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇതൊരു വലിയൊരു ഫാമാണ്. ഇത് നോക്കിയേ, ചെറിയ ചട്ടികളിലും ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കാട് പോലെ ഇവിടെ ഇങ്ങനെ വളർത്തിയിട്ടിട്ടുണ്ട് പറമ്പിൽ കേട്ടോ. ഇതൊക്കെ ഇവിടെ നിന്ന് പൊളിച്ചു കൊടുക്കുമെന്ന് തോന്നുന്നത്. ചെറിയ ചെറിയ ഈന്തപ്പഴ മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഇതിനകത്തുമുണ്ട്. ഇതിനകത്ത് കൂടുതലും രമ്പല അങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് കേട്ടോ. ഇതിനൊക്കെ ഇത് നമ്മുടെ നാട്ടിൽ വേസ്റ്റ് ചെടികളൊക്കെ ഉണ്ട്. ഇതിവിടെ ആർക്കും വേണ്ടാത്ത കാട്ടിൽ പിടിക്കുന്ന സാധനങ്ങൾ. അതുപോലെ തന്നെ കള്ളിച്ചെടി. കള്ളിച്ചെടി നോക്കിയേ, ഇതിൽ നിൽക്കുന്ന ആ കള്ളിച്ചെടി. ഈ സാധനം കണ്ടോ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ആർക്കും വേണ്ടാതെ കാണുന്ന ഒരു ചെടിയാണ്. ഇതിനൊക്കെ എന്താ പേര് പറയാമെന്ന് തന്നെ അറിയില്ല. ഇതൊന്നും നമ്മുടെ നാട്ടിലൊന്നും ഒരു ചെടിയായിട്ട് ഉപയോഗിക്കാറില്ല, കാട്ടുചെടിയാണ്. ഇത് നോക്കിയേ, കള്ളിച്ചെടി ഇങ്ങനെ ആവശ്യം പോലെ വെച്ചിട്ടുണ്ട്. അതുപോലെ ആലുവേറ അതിഭയങ്കരമായിട്ടുണ്ട്. ഇതൊക്കെ ആലുവേറ ആവശ്യം പോലെ ആലുവേറ ഉണ്ട്. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങോട്ട് മൊത്തം കാടാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത കാടാ, ഒരു രക്ഷയില്ല. അന്തമില്ലാതെ കിടക്കുകയാണ് ഇങ്ങനെ കാട്. നോക്കിയേ, അല്ല വെയിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടെന്നേ ഉള്ളൂ. ബാക്കി സ്ഥലം എല്ലാം തുറന്ന് കിടക്കുകയാണ് കേട്ടോ. ഇവിടെ ഇനി പാമ്പും ചേരയൊക്കെ ഉണ്ടാവും തോന്നുന്നു. നല്ല കാടാ. ഇടിക്ക് വയ്യ. ഇതിനെന്താ നമ്മുടെ നാട്ടിൽ എന്താ പറയുക, അരുളിയോ അദ്ദേഹത്തിൻ്റെ ഈ കാണുന്നത്. പിന്നെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ മുരിങ്ങ, വാഴ, ഇതെല്ലാം സംഭവം ഉണ്ട് കേട്ടോ ഇതിനകത്ത്. അതുപോലെ തന്നെ മൈലാഞ്ചി ഭയങ്കരമായിട്ട് മൈലാഞ്ചി ഉണ്ട്. ഇവിടെ മിക്ക വീടുകളിലെയും തണൽ മരമായിട്ട് വെച്ചിരിക്കുന്ന മൈലാഞ്ചിയാണ്. ഇതേ നോക്കിയാൽ മുല്ല ഉണ്ടോ, മുല്ല. അടിപൊളി മുല്ലപ്പൂ നിൽക്കുന്നുണ്ടല്ലോ. കുറച്ച് പറിച്ചു കൊണ്ടുപോയിട്ട് മോക്ക് കൊടുക്കാം. ചങ്ങാതിമാരെ നല്ല മണമുണ്ട് കേട്ടോ. ഇതേ മുല്ലപ്പൂ. ഇതേ നോക്കിയാൽ ഞാൻ മുല്ലപ്പൂ പറിച്ചു കേട്ടോ. അടിപൊളി മണം. സൂപ്പർ. അതിനകത്ത് നല്ല പൂക്കളുണ്ട്, കുറേ അധികം പൂക്കളുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ മുല്ല പൂക്കുന്ന സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ സിറ്റിയിലൊക്കെ ചെന്നാൽ സിറ്റിയിൽ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് ഈ കുറ്റിമുല്ലകളാണ് കേട്ടോ. അതിൽ നല്ല ഈ സീസണിൽ പൂത്ത് ഇങ്ങനെ നിൽക്കും. അത് അവിടെ ചെല്ലുമ്പോഴത്തെ ആ ഏരിയയിൽ ഒരു പ്രത്യേക മണമാണ്. പക്ഷെ ഇവിടെ ആരും പറിക്കുകയോ അത് തലയിൽ വയ്ക്കുകയൊന്നും ചെയ്യില്ല. ഇവിടെ നോക്കിയേ, ഇത് കടലാസ് ചെടി, കൂവ,
ഓ കൂ അതെ എവിടെ കൂവല്ലേ ഇത് കൂവാണല്ലോ എൻ്റെ അമ്മോ. അതുപോലെ തന്നെ നമ്മുടെ പട്ടുനൂൽ പുഴു വളർത്തുന്ന ആ ചെടി കേട്ടോ, പട്ടുനൂൽ പുഴുവിന് ഇട്ട് കൊടുക്കുന്ന ആ ചെടി, അതിൻ്റെ കായൊക്കെ ഉണ്ട് ഈ അട്ടിപ്പൊളി. കഴിച്ചു നോക്കാം. നല്ല മധുരമുണ്ടല്ലോ, സൂപ്പർ. അതെ ഇത് ഇവിടെയൊക്കെ ഉണ്ട് അതിൻ്റെ കായ കേട്ടോ, നിൽക്കുന്നുണ്ടോ അതെ. ഇത് പട്ടുനൂൽ പുഴുവിന് അതിന് വേണ്ടി ഇട്ട് കൊടുക്കുന്ന ഇലയാണ് കേട്ടോ. ഓ ഇവിടെ നാട്ടിൻപുറത്തുള്ള എല്ലാ പുല്ലും അത് ഇതും ചപ്പ് ചവറൊക്കെ ഉണ്ട് കേട്ടോ, ഒന്നും പറയണ്ട. ശരിക്കും ഇതൊരു കാട് പോലെ തന്നെയാണ് കേട്ടോ. ഇത് നോക്കി ഇവിടെയൊക്കെ ഉണ്ട്. ആളിൻ്റെ പെപ്സിയും ടെലഫോണും ഒക്കെ ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ ആകെ ഒരാളേ ഉള്ളൂ കേട്ടോ, ബാക്കിയുള്ളവരൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഉച്ചയായതുകൊണ്ട് ബ്രേക്കിലായിരിക്കും തോന്നുന്നു. ബ്രേക്ക് കഴിയുമ്പോൾ അവരെല്ലാം വരും. ഇതിങ്ങനെ നോക്കാത്ത ദൂരത്ത് മൊത്തം കിടക്കുകയാണ് കേട്ടോ, ആവശ്യം പോലെ ഉണ്ട്. എന്തായാലും മുല്ലപ്പൂ നല്ല മണമുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത മണം. കുറച്ചധികം കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് പറിക്കാമായിരുന്നു. ഇവിടെ എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കൊന്ന് കൈതച്ചക്കയൊക്കെ ഉണ്ട്, അതായത് പൈനാപ്പിൾ അതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ. ഇതേ വലിയ വലിയ മരങ്ങളാക്കിയിട്ട് വെച്ചിരിക്കുകയാണ് ഈ കൂടുതൽ ആക്കി. വെള്ളം ആവശ്യം പോലെ ഉണ്ട് കേട്ടോ, പുഴ പോലെ വെള്ളം ഇങ്ങനെ ഒഴുകാണ്. ഈ ചട്ടികളൊക്കെ കണ്ട, ഇത് ക്രെയിനിൽ ഇതെടുത്ത് വണ്ടിയിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. നോക്കിയാൽ ആ കണക്കിനാണ് ഇതിൻ്റെ ബാഗുകളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിങ്ങനെ തന്നെ ഈ മരങ്ങൾ വാങ്ങിച്ച് സൗദികൾ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ അവരുടെ വീടിനകം മിക്കവാറും ഇവരെല്ലാം ഈ ഒരു ഫോറസ്റ്റിൻ്റെ രൂപത്തിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. മിക്ക വീടുകളുടെയും മതിൽക്കെട്ടിനകം അങ്ങനെയാണ്. പുറത്തു നിന്നുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷേ ജസ്റ്റ് കുറേ വീടുകൾ കണ്ടിട്ടുണ്ട്. ആ വീടുകളിലൊക്കെ ഇങ്ങനെയാണ് അവരെ വീടിനകം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ജസ്റ്റ് ലൈക്ക് ഫോറസ്റ്റ് കണക്കാണ്. അതൊരു മാവും പ്ലാവും ഒക്കെ ഉണ്ട്. പിന്നെ ഈ ഈത്തപ്പഴ മരങ്ങളും അതും ഇതുമൊക്കെ വെച്ചിട്ട് ഇവിടെ നോക്കി, ഇവിടെ ഭയങ്കര കാടാണ് കേട്ടോ, ഈന്തപ്പഴ മരങ്ങളുടെ കാട്. എൻ്റെ പൊന്നെ, ഇതൊരു ഭയങ്കര ഫാമിലാണ് ഞാൻ വന്നു പെട്ടത് കേട്ടോ. പക്ഷേ വേറെ കൃഷികളൊന്നുമില്ല ഇവിടെ. ഇങ്ങനെ മരങ്ങളൊക്കെ വെച്ച് മറ്റുള്ളവർക്ക് വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നുണ്ട് ഇവർക്ക് ഷോപ്പ് ഉണ്ടാവും, ആ ഷോപ്പിലേക്ക് മറ്റോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ഫാമിൽ ഇവർ സെറ്റ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. എല്ലായിടത്തും ആവശ്യം പോലെ വെള്ളമൊക്കെ സുലഭമായിട്ട് കിടപ്പുണ്ട്. ഞാനിപ്പം ഇതിനകത്ത് കയറി ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, നീ കയറി വീഡിയോ എടുത്തോന്ന്. കണ്ടോ, ഇവിടെ നിന്ന് അങ്ങോട്ട് അവരുടെ റൂമൊക്കെയാണ് അവിടെ, അവർ താമസിക്കുന്ന സ്ഥലമാണ്, അതുകൊണ്ട് അങ്ങോട്ട് എൻട്രി ഇല്ല. എന്തായാലും ഇത് നോക്കി, ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല കേട്ടോ, ഇവിടെ എവറിത്തിങ് അവൈലബിൾ. നമുക്കതിനെ അകത്തോട്ട് പോയി നോക്കാം. കണ്ട വാഴ കണ്ട, നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. വാഴ ഇവിടെ ആവശ്യം പോലെ വാഴ നിൽക്കി നോക്ക്. കണ്ട വാഴ, പക്ഷേ എല്ലാം ഉണങ്ങി കരിഞ്ഞു പോയി കേട്ടോ. ഈ ചൂട് കൊണ്ട് വാഴ ഉണങ്ങി കരിഞ്ഞതാണെന്ന് തോന്നുന്നു. ഇവിടെ അതുണ്ടോ കിയാർ, നോക്കിയേ, കിയാർ കൃഷി ചെയ്തിട്ടിരിക്കുകയാണ്. പക്ഷേ അതിൽ കായില്ല, അത് തറയിൽ പടർത്തി വിട്ടിരിക്കുകയാണ്. അതുകൊണ്ടായിരിക്കും കിയാർ ഉണ്ടാവാത്തത് കേട്ടോ. ഇത് സത്യത്തിൽ നെറ്റ് കെട്ടി നെറ്റിൽ പടർത്തി വിടേണ്ട സാധനമാണ്, എന്നാൽ മാത്രമേ അതിൽ കായ ഉണ്ടാവുള്ളൂ. അതാണ് വേണ്ട. എൻ്റെ കിയാർ അവിടെ എവിടെയൊക്കെ പൂത്ത് നിൽപ്പുണ്ട്, പക്ഷേ കായൊന്നും ഉണ്ടായിട്ടില്ല, ഒറ്റ കിയാറും ഇല്ല. പടർന്ന് തറയിൽ ഇങ്ങനെ പടർന്ന് കിടപ്പുണ്ട്. ഇവിടെയും നാരകമുണ്ട് കേട്ടോ, നാരകം ശരിക്കും കാച്ചി കിടക്കുന്നുണ്ട്. ഇപ്പം നാരകത്തിൻ്റെ സീസണാണെന്ന് തോന്നുന്നു, അതാണ് നാരകം ഇങ്ങനെ കാച്ചി കിടക്കുന്നത്. അതിന് പക്ഷേ നാരങ്ങയ്ക്ക് അത്ര വില കുറവൊന്നുമില്ല. ഇത് നോക്കി, ഇവിടെ ശരിക്കും കാട് പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. ഇതെന്തോന്ന് ചെടിയാണെന്ന് എനിക്കറിയില്ല, നമ്മുടെ നാട്ടിലുണ്ട് ഈ ചെടി, പക്ഷെ അതെന്താണെന്ന് അറിയില്ല. അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ആവശ്യം പോലെ ആര്യവേപ്പുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഇനിയൊരു നല്ലൊരു പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും ബായ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും പാകപ്പിഴകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രമേ എനിക്കത് ശരിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ ഇങ്ങനെ മസ്റാകളുടെ വീഡിയോകൾ കാണിച്ചപ്പോഴത്തേക്ക് അതിനകത്ത് കൂടുതൽ കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ആൾക്കാർ കമൻറ്റ് ചെയ്തതാണ് ഞാൻ വീണ്ടും ഫാമിൻ്റെ വീഡിയോ ഇടാൻ കാരണം. അതുപോലെ വലിയ നാരങ്ങയുണ്ട് കേട്ടോ, ഇവിടെ
ഇത് വലിയാണ്. നാരങ്ങ എല്ലാം തോന്നുന്നു. ഇത് ഓറഞ്ച് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. ഇത് ഓറഞ്ച് ആണെന്ന് തോന്നുന്നു. പഴുത്താലല്ലേ ഓറഞ്ചിൻ്റെ കളർ വരുള്ളൂ. ഇപ്പോൾ പച്ചയാണല്ലോ. ഇത് ഇങ്ങനെ കാച്ചി നിൽക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. അടുത്ത പുതിയ ഒരു വീഡിയോയുമായി വീണ്ടും കാണുമ്പോഴേക്കും ബൈ, ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺ.